അങ്ങനെ ആൻറ്റിമാർ ലീഹയെ കാണുന്നതും ഇവളാണെങ്കിൽ എന്താ നിങ്ങൾ വരാൻ പറഞ്ഞെന്ന് ചോദിക്കുന്ന ടൈമിൽ അല്ല നീ സംഗിനെയാണോ അതോ കിജുനെയാണോ നോക്കുന്നത്, ഇനി രണ്ടുപേരും നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും നിന്നെ കണ്ടിട്ട് കിജുവിന് ഏകദേശം ഇഷ്ടമുള്ള സ്റ്റൈലായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കിജുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്, സ്റ്റാർ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ കിജുവിനാണോ എന്ന് ചോദിക്കുമ്പോൾ ആഹാ അപ്പോൾ കിജുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിനക്ക് അറിയത്തില്ലേ, അവൻ ഞങ്ങളുടെ സഹോദരിയുടെ മകനാണ്, സുൻവോ ഗ്രൂപ്പിൽ നിന്നാണ്, ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി ചിരിക്കുന്ന ടൈമിലാണ് ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നത്. ലീഹയാണെങ്കിൽ അവൻ സുൻവോ ഗ്രൂപ്പിൽ നിന്നാണോ എന്ന് പറഞ്ഞ് ഒന്ന് ഷോക്കാകുന്നുണ്ട്. ആൻറ്റിമാരാണെങ്കിലോ ഞങ്ങൾക്ക് സെലിബ്രിറ്റികളെ അങ്ങനെ താല്പര്യം ഇല്ല എന്നൊന്നും പറയുന്നില്ല, അതുപോലെ ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ചെക്കൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്ന ടൈമിൽ ലീഹ അവിടെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സെലിബ്രിറ്റീസിനൊക്കെ നല്ല വിവരമുള്ളവരാണ്, അത് മാത്രമല്ല എൻ്റെ അച്ഛൻ അത്ര മോശമായിട്ടുള്ള ഒരാളല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ടെന്നൊക്കെ പറയുന്നതും ഇവർക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, കാരണം ഇവരുടെ അടുത്തതൊന്നും ഒന്നുമല്ല. അപ്പോൾ ഇവർ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിജുവിനാണെങ്കിലും എന്നാലും അവളിപ്പോൾ എൻ്റെ ആൻറ്റിമാർ കൊന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നതും അല്ല ഞാനും അവളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, പിന്നെ എന്തിനാ അവൾ ആൻറ്റിമാർ വിളിച്ചപ്പോഴേക്കും അങ്ങോട്ട് പോയ, ഇവളൊരു കോമഡി പീസ് തന്നെയാട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് സംഗിന്റെ ഹീലിംഗ് വില്ലേജിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ഫോറിനർ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഓഫീസിൽ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന സംഘ് അവിടെ എത്തുന്നതും ഇയാൾ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നുണ്ടാവുക. അവ സംഘാണെങ്കിൽ ഹീലിംഗ് വില്ലേജ് പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കേണ്ടെന്ന് അവിടെ പറയുമ്പോൾ ഇയാൾ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. അതുകൊള്ളാം, 2 ദിവസം മുന്നേ നമ്മൾ ഈ പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചതും ഇന്ന് ഇവിടെ വെച്ച് സൈൻ ചെയ്യാന്നൊക്കെ തീരുമാനിച്ചതല്ലേ, നിങ്ങൾ അത് മറന്നുപോയെന്ന് ചോദിക്കുമ്പോൾ ഇവന് ആ ഒരു കാര്യം തന്നെ ഓർമ്മയുണ്ടായിരിക്കില്ല, ഇവനാകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് ഇവരങ്ങനെ പറഞ്ഞ ദിവസം രാത്രി ഡയറി എഴുതുമ്പോൾ ഞാൻ എന്തോ ഒന്ന് മറന്നുപോയി എന്ന് ഇവൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാം എന്ന് ഇവൻ ആലോചിച്ചെടുക്കുന്നതും ഇവനാണെങ്കിൽ അവിടെ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ വന്ന ആളാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, ഒരു ബിസിനസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു വിശ്വാസമാണ്, അതെനിക്കിവിടെ നഷ്ടപ്പെട്ടു, ഇനി എന്തായാലും എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ആ പാര ഡോക്ടറാണെങ്കിൽ അയ്യോ ഡോക്ടറെ എന്ന് വിളിച്ച് പിന്നാലെ പോകുന്നുണ്ട്. ഇവൻ്റെ ഡോക്ടറാണെങ്കിലും ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഒട്ടും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സംഘ് പറയുന്നതും ഈ കാര്യം പിന്നീട് ചെയർവുമൺ അറിയുന്നുണ്ട്. അപ്പോൾ ആളാണെങ്കിൽ 100 ബില്യൺ ആയിരുന്നു അയാൾ ഓഫർ ചെയ്തത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായില്ലേ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട്. ഒരു ബിസിനസ്മാൻ ഒരിക്കലും സോറി പറയരുത്, പകരം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ എന്തായാലും ഇത് ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ടിനെ ബാധിക്കില്ല, ഞാൻ വേറൊരു വഴി നോക്കുന്നുണ്ടെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പം ആൻറ്റിക്ക് അത് അത്ര ഇഷ്ടമാകുന്നില്ല. ഇനി നാളെയും ഇതുപോലൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ, ഏറ്റവും നല്ലത് എല്ലാവരോടുമായിട്ട് നിന്റെ കണ്ടീഷൻ, നിന്റെ ഈ അസുഖത്തെ പറ്റി പറയുന്നതായിരിക്കുമെന്ന് ആൻറ്റി പറയുമ്പോൾ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എൻ്റെ അസുഖത്തെ പറ്റി ആൻറ്റിക്ക് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ആ ആക്സിഡന്റിന് ശേഷം 1 വർഷം റെസ്റ്റ് എടുത്താൽ പിന്നെ ഞാൻ അറിയാതിരിക്കൂ എന്നാണ് ആൻറ്റി തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നിട്ട് ഇതുവരെയും ഇതിനെപ്പറ്റി അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് മാത്രമല്ല എന്നോട് ഒരു പ്രാവശ്യം പോലും ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല, നമ്മൾ ഒന്നില്ലെങ്കിലും ഒരു ഫാമിലി അല്ലേ എന്ന് ചോദിക്കുന്ന സംഘിനോട് അതെ നമ്മൾ രണ്ടുപേരും ഒരു ഫാമിലിയാണ്, ഒരു ബ്ലഡുമാണ്, ബോർഡ് മീറ്റിംഗിൽ എങ്ങാനും ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിന്റെ CEO പൊസിഷൻ തന്നെ മാറിക്കൊടുക്കേണ്ടി വരും, അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകത്തിന് കാരണക്കാരനായ ഒരു അൺലക്കി ആയിട്ടുള്ള ബോയാണ് നീ, എനിക്കെന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് നീ, എന്തായാലും ഇനി നിനക്ക് അധികം കാലമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിന്റെ എല്ലാ ഷെയറും എനിക്ക് തന്നിട്ട് ഈ പൊസിഷൻ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഷെയറോ ആൻറ്റി എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന ഇവനോട് ഈ ആൻറ്റി പറയുന്നുണ്ട് അതായത് മുന്നേ മരിച്ചുപോയ ചെയർമാൻ ആണെങ്കിൽ ഇവിടുത്തെ ഷെയറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ശരിക്കൊന്നും അല്ലല്ലോ, ഏറ്റവും കൂടുതൽ നിനക്കല്ലേ തന്നിട്ടുള്ളത്, നാളെ ഈ അസുഖത്തെ പറ്റി അറിഞ്ഞ് ഇവരെല്ലാവരും നിന്നെ ചവിട്ടി പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് നീ അത് സ്വമേധയാ എനിക്ക് തന്ന ഇവിടെ നിന്നും പോകുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പാവം സംഘിനാകെ വിഷമം വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഇത്രയും കാലം എന്നെ വളർത്തിയത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നല്ലേ എന്നിവൻ ചോദിക്കുമ്പോൾ നിനക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, ഇത് നമ്മുടെ 2 പേരുടെയും വിധിയാണെന്ന് കൂളായിട്ട് ആൻറ്റി പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന വഴിക്ക് ആൻറ്റി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് നല്ല ഭാഗ്യമാണ്, കാരണം നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം കൂടി നിനക്ക് നാളെ ഓർമ്മയുണ്ടാവില്ല, അപ്പോൾ പിന്നെ നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ നമ്മുടെ സംഘിന് അതത്ര സഹിക്കുന്നില്ല കേട്ടോ, അവനാകെ ഇമോഷണലായി ഇരിക്കുന്നതും പിന്നീട് ഇവൻ ജൂക്കിയെ വിളിക്കുന്ന ടൈമിൽ ജൂക്കിയുടെ സിസ്റ്റർ ആണെങ്കിൽ ദേ ഫേക്ക് ബ്രെഡ് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്കൊന്ന് ഒറ്റയ്ക്ക് കഴിക്കാൻ മൂടില്ല, നീ എനിക്ക് ഫുഡ് വാങ്ങി തരുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറ്റത്തില്ല, പിന്നെ ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് ഇവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതായത് ഇവൻ ഇവളുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഇവൻ തിരിച്ചു പോകുന്ന ടൈമിലാണ് ഇവളെ വീടിൻ്റെ പുറത്തേക്ക് വരുന്നതും ഇവനെ വിളിക്കുന്നുണ്ട്. ശരി നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഇതിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കുറേ നേരമായി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫുഡാണ്
കാണിക്കേണ്ടതെന്ന് ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവളുടെ വീട്ടുകാരുടെ മുന്നിൽ ഇവനാകെ അന്തം വിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. ഇവൻ ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നല്ലേ പറഞ്ഞത്, താൻ എന്ത് പണിയായി കാണിച്ചെന്ന്. അതായത് ഇവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലോ അങ്ങനെ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല, ഇതിപ്പോൾ ഹോംലി ഫുഡല്ലേ കഴിക്കാലോ എന്ന് പറഞ്ഞ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതും ഇവനാണെങ്കിൽ ആകെ ഒരു മടിയൊക്കെ ആദ്യം തോന്നുന്നുണ്ട്. എന്നാൽ അച്ഛൻ ഇവനെ നന്നായി തന്നെയാണ് കേട്ടോ ട്രീറ്റ് ചെയ്യുന്നത്. മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാണെന്ന് പറയുന്നതും, അനിയത്തിയാണെങ്കിൽ ആള് വലിയ പണക്കാരനാ, ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ബ്രദർ ആണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്ന അനിയത്തിയോട് പറയുന്നുണ്ട്. അച്ഛനും അമ്മയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവർ മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ എന്നും. ആഹാ, അപ്പൊ ഒറ്റയ്ക്കാണോ വളർന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 4 ആന്റിമാരുണ്ട്, അവരാണ് എന്നെ വളർത്തിയത്, ഞാൻ പുറത്താണ് പഠിച്ചതൊക്കെ, 3 വർഷം മുന്നേ ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതും. സിംബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കസിൻ ബ്രദർ മാത്രമേ ഉള്ളൂ എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പൊ അച്ഛനാണെങ്കിൽ അല്ല മോൻ ഹെൽത്തി അല്ലേ, പ്രത്യേകിച്ച് വല്ല അസുഖമൊന്നും ഇല്ലല്ലെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും അച്ഛനാണെങ്കിൽ ഇവന് വായിലൊക്കെ ഫുഡ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഇതാദ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം ഒരു മടിയും പിന്നീട് ഇത് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അവസാനം സങ്കടം കൊണ്ട് കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ജോക്കിയാണെങ്കിൽ എന്ത് പറ്റി, ഇവിടെ വരുന്ന എല്ലാവരോടും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറാറെന്ന് പറയുന്നതും. അങ്ങനെ ഇവർ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഇടിമുഴക്കം പോലത്തെ ശബ്ദം കേൾക്കുമ്പോൾ അതെന്ത് ശബ്ദമെന്ന് ചോദിക്കുന്ന സംഗീനോട്, ഓ അത് ഇവിടുത്തെ വാഷിംഗ് മെഷീനാ, ഒരുപാട് പഴയതായതുകൊണ്ട് ഇതുപോലത്തെ ശബ്ദമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ കളിയാക്കി ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഗിന് അത് ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സീൻ അവിടെ അവസാനിക്കുന്നതും പിന്നീട് വീട്ടിലെത്തുന്ന സംഘാണെങ്കിൽ വയറിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോക്കി അവിടെ ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്ക് പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാ ഫുഡ് ഇത്രയും കഴിച്ചതെന്ന്, അതെങ്ങനെ കഴിക്കാതിരിക്കുക എന്ന് സംഘ് പറയുന്നതും. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവളൊരു പിന്നെടുത്ത് ഇവന്റെ കയ്യിലൊന്ന് കുത്താൻ നോക്കുന്ന ടൈമിൽ ആദ്യം ഇവൻ സമ്മതിക്കുന്നില്ല. ഇവളാണെങ്കിൽ ബല്ലൊക്കെ പ്രയോഗിച്ച് കുത്തുന്ന ടൈമിലാണ് ഇവൾ ശ്രദ്ധിക്കുന്നത് ഇവന്റെ മടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ജസ്റ്റ് നാണം വന്നിട്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നുകൂടി ചേർത്ത് ഇവളെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഹോംലി ഫുഡ് ആയിരുന്നു അത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ശരിക്കും ഇപ്പം നല്ല ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവളെ ചേർത്ത് പിടിച്ച് ഇവളുടെ തോളത്തിങ്ങനെ ചായുന്ന ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇവളുടെ ഓഡീഷൻ ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇവൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊരു സീഡ് സൂപ്പ് എന്തോ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സൂപ്പ് അത്ര നല്ല ലെക്കല്ലാത്തത് കൊണ്ട് തന്നെ ബ്രദർ അവിടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഈ സൂപ്പാണ് ഉണ്ടാക്കിയത്, ചേച്ചിക്ക് ഇന്ന് ഓഡീഷൻ ഉള്ളതല്ലേന്ന്. അപ്പോൾ അച്ഛനാണെങ്കിലും അതിൽ തേലയൊക്കെ മൊത്തം അങ്ങ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അച്ഛനോട് വന്നിട്ട് എനിക്കെന്തോ ബാഡ് ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട്, ഇന്നത്തെ നല്ല ദിവസമായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആയിരിക്കും മോളെ, നീ ഇത് കഴിക്കുന്നു പറയുന്നതും. ഇവളാണെങ്കിൽ ഇതെന്ത് സൂപ്പാ, ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല അത് പ്രത്യേക സൂപ്പാന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എന്തൊക്കെയോ നോണ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും സീഡ് സൂപ്പ് അല്ലല്ലോ എന്ന് പറഞ്ഞ് കഴിക്കുന്നതും. പിന്നീട് വെള്ളം ചോദിക്കുന്ന ടൈമിൽ അനിയൻ വെള്ളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കപ്പിൻ്റെ പിടി പൊട്ടുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വീണ്ടും ബാഡ് ലക്കാണെന്ന് വിചാരിക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിക്ക് കുടിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അനിയൻ ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ ആണെങ്കിലോ കറക്റ്റ് ടൈമിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഫ്ലഷും ഭയങ്കര കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയുന്ന ടൈമിൽ മര്യാദയ്ക്ക് വെള്ളം ഒഴിച്ചൂടെ എന്ന് പറഞ്ഞ് ഇവരങ്ങനെ ചീത്ത പറയുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് പോകുന്ന അനിയത്തിയാണെങ്കിൽ അനിയത്തിയുടെ ബഹളം കേട്ടിട്ട് ഇവരെല്ലാവരും പുറത്തു വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവർ നടക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും. അനിയനാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ കാണാമെന്ന് പറയുമ്പോൾ ഇതെന്താ ഫ്ലവർ പാത്ത് ആണോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ജൂക്കിക്ക് ഇത് സംഗിന്റെ പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതേ ടൈമിൽ സംഗിന് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, യാങ് ആയിരിക്കും ഈ ഐഡിയ വർക്ക് ആവൂലെന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും വർക്കാവും, ഇപ്പം തന്നെ വിളിക്കും, നല്ല അഭിപ്രായമൊക്കെ പറയൂ എന്ന് യാങ് പറയുന്ന ടൈമിലാണ് അനീത്തിയുടെ മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പം അനീത്തിയാണെങ്കിൽ ഇയാൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ, മിക്കവാറും ചേച്ചിയുടെ ഓഡീഷൻ ഇയാൾ കൊണ്ടുവന്ന് വെച്ച പൂക്കൾ കൊഴിയുന്നത് പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അയക്കുമ്പോൾ ഇത് കാണുന്ന യാങ് ആണെങ്കിൽ ജൂക്കി ആയിരിക്കുമല്ലേ, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ ശരിയാക്കി തരാടാന്ന് പറഞ്ഞിട്ട് സംഗീവനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ജൂക്കി ആണെങ്കിൽ ഓഡീഷൻ ഇറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ നന്നായി ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ആ ടൈമിൽ ഇവൻ്റെ ഒരു കാർഡ് അവിടെ കാണുന്നുണ്ട്, അതായത് നമുക്ക് എപ്പോഴും ഇതുപോലെ പൂപ്പാതയിലൂടെ നടക്കാം എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിലോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു, പക്ഷെ ഇപ്പം എന്തോ ഒരു നല്ല ഫീലിംഗ് തോന്നുന്നുണ്ട് എന്ന്. ഇതേ ടൈമിൽ സംഘം ഓഫീസിലെത്തുമ്പോൾ അവിടെ കിമ്മ് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഓ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നിന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ വിളിക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ മറന്നിട്ടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നാണ് സംഘം അവിടെ പറയുന്നത്. അപ്പോൾ കിം ആണെങ്കിൽ അല്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ, ആളുകൾ ഒരുപാട് പേർക്ക് ഡിമെൻഷ്യ അസുഖമൊക്കെ ഉണ്ട്, അപ്പോൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ല നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്ന് കിം അവിടെ പറയുന്നതും ഇവനാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു, എന്തായാലും ഞങ്ങളുടെ ഹോട്ടലിനോ ഹോസ്പിറ്റലിനോ ലീഹയെ പോലെ ഒരു ടോപ്പ് സ്റ്റാറിന് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഒരു ആഡ് കോൺട്രാക്റ്റ് ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നിവൻ പറയുന്നതും. അയ്യോ അതിനിത് റിക്വസ്റ്റ് അല്ല, നിങ്ങളുടെ ബ്രെയിൻ എന്താ ഇപ്പം നന്നായിട്ടല്ലേ വർക്ക് ചെയ്യുന്നതെന്ന്, അതായത് ഇവൻ ഇൻഡയറക്റ്റ് ആയിട്ടാട്ടോ അതൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സംഘാണെങ്കിൽ ഒരു റീസൺ ഇല്ലാത്ത ഒരു റിക്വസ്റ്റ് എനിക്ക് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല
അറിയില്ല എന്ന് പറയുന്നതും അതിന് റീസൺ ഇല്ലെന്ന് ആര് പറഞ്ഞു? റീസൺ ഉണ്ടല്ലോ എന്ന് ഈ കിം പറയുന്ന ടൈമിലാണ് കറക്റ്റ് ഇവനൊരു കോള് വരുന്നതും. സംഘാണെങ്കിൽ എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കിം അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ കിജൂൻ ആണെങ്കിൽ ലേറ്റ് ആയാലും പിന്നെ നേരത്തെ വന്നൂടി, ഇന്ന് ജൂക്കിക്ക് ഓഡീഷൻ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറുന്നത് നമ്മുടെ കിമ്മിന്റെ വണ്ടിയിലായിരിക്കും കേട്ടോ. കിം ആണെങ്കിൽ ജൂക്കിക്ക് ഓഡീഷൻ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇതാരാ, എന്റെ കാറല്ലല്ലോ ഇത്, മാറിപ്പോയോ എന്ന് ചോദിക്കുന്നതും കിം ആണെങ്കിൽ ഹലോ കിജൂൻ, ഞാൻ എംപയർ എന്റർടൈൻമെന്റ് CEO ആണെന്ന് പറയുന്നതും അപ്പൊ ഇവനാണെങ്കിൽ ഓഹോ അപ്പൊ നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ, എന്താ എനിക്ക് കമ്പനി ഒന്നും മാറാൻ താല്പര്യമില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട്. അറിയാലോ ഇവൻ പിന്നെ എപ്പോഴും ഇവൻ വലിയ റേഞ്ച് ആണെന്നാണ് വിചാരം. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ടൈമിൽ ഓഹോ അപ്പൊ ഇതാണ് സുൻവോ ഗ്രൂപ്പിലെ കിജൂൻ എന്ന് കിം പറഞ്ഞതിന് ശേഷം നേരെ ഒരാളെ വിളിച്ച് ഇന്ന് ജൂക്കിക്ക് എവിടെയോ ഒരു ഓഡീഷൻ ഉണ്ട്, അതെവിടെയാണെന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജൂക്കിയും നഞ്ജുനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന കിം ആണെങ്കിൽ ആൾ ആദ്യം നഞ്ജുനോട് ചോദിക്കുന്നുണ്ട് താൻ എന്താ ഇവിടെയെന്ന്. അതായത് നഞ്ജുൻ ഇവന്റെ ഏജൻസിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നീട് കിം ആണെങ്കിൽ ജൂക്കിയോട് ജൂഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി വളരെ നല്ലതാന്ന് പറയുമ്പോൾ ഇതെന്തിനാ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് അല്ല ആ പെൺകുട്ടിക്ക് താൻ ചെയ്യാതിരുന്ന റോള് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നതും അങ്ങനെ പോവാൻ പറ്റത്തില്ല, ഞാൻ ഓഡീഷൻ കഴിഞ്ഞിട്ടേ പോവത്തുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന ജൂക്കിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് സംഗിനെ പറ്റിയാണെന്ന് പറയുമ്പോൾ ഇവളൊന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. 3 വർഷം മുന്നേ ചൈനയിൽ വെച്ചിട്ട് നീ എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഇറങ്ങിപ്പോയത് സംഗിനെ മീറ്റ് ചെയ്യാനായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ എന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ കിം ആണെങ്കിൽ അല്ല അന്ന് ഇവനൊരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു, ഏകദേശം മരിക്കേണ്ടത് വരെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവള് ഞെട്ടുന്നൊന്നുമില്ല. ഇത് മനസ്സിലാക്കുന്ന കിം ആണെങ്കിൽ ഓഹോ അപ്പൊ അതും അറിയാലേ, എന്നാ അവന്റെ തലയ്ക്ക് എന്തൊരു പ്രശ്നമുണ്ട് അതിനെ പറ്റി അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട്. അപ്പൊ അത് ശരി, അത് നിനക്ക് അറിയത്തില്ല അല്ലേ, ചുമ്മാ അതല്ല നീ ഇങ്ങനെ പെരുമാറുന്നത്, അവൻ ശരിക്കും ഒരു ടോപ്പ് ഡോക്ടർ ആവേണ്ടതായിരുന്നു, പക്ഷേ അവന്റെ മെമ്മറി അത് പോകും വരും മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതിനൊക്കെ കാരണം ആരാന്നറിയോ, വേറെ ആരുമല്ല നീയാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അനാവശ്യം പറയരുത്, ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ചൂടാകുമ്പോൾ കിം ആണെങ്കിൽ 3 വർഷം മുന്നേ അവൻ നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അവൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവന് ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് പറ്റില്ലായിരുന്നു, അതിന് ഏക കാരണം നീയാണ്. ആദ്യം നീ മിൻഹ്യോങ്ങിന് ഇവിടെ നിന്ന് പറഞ്ഞയച്ചു, ഇനിയിപ്പോ സംഘാണോ ഈ പണക്കാരായ പയ്യന്മാരുടെ പിന്നാലെ നടക്കുന്നത് ഹോബിയാണല്ലേ എന്ന് ചോദിക്കുന്ന കിം ഇനി നീ അവന്റെ അടുത്തുനിന്ന് മാറിയില്ലെങ്കിൽ അവന് ശരിക്കും ഞാനായിരിക്കും പണി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവളിവനൊന്ന് രൂക്ഷമായി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കിം ആണെങ്കിൽ അല്ല അവന്റെ ഈ പ്രശ്നം മീഡിയ അറിയുകയാണെങ്കിൽ അത് വലിയ ന്യൂസ് ആകും, അവൻ ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പടുത്ത അവന്റെ ലോകം അതങ്ങ് താഴെ വീണുടയും, അല്ല പരാജയത്തിന്റെ ടേസ്റ്റ് മറ്റാരേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് കിം അവിടെ നിന്നും പോകുമ്പോൾ ഇവള് ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ മിന്നാണെങ്കിൽ ജൂക്കിയെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നതും CEO നന്നായിട്ട് ചൂടാകുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്ന് അവൾ ഇത് എവിടെ പോയി എന്ന് പറയുമ്പോൾ നഞ്ജുൻ ഓൾറെഡി കിം വന്ന കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവളാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് മാറിയ ടൈമിൽ അവളെ കണ്ടില്ല എന്നൊക്കെ പറയുന്നതും എന്നാലും കിം ഇതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞു എന്ന് CEO പറയുന്ന ടൈമിൽ കിജൂൻ ആണെങ്കിൽ എംപയർ എന്റർടൈൻമെന്റിലെ കിമ്മിനെ പറ്റിയിട്ടാണോ പറയുന്നത്, അയാളോട് ഇത് പറഞ്ഞത് ഞാനാണെന്ന് പറയുമ്പോൾ CEO ശരിക്കും ഇവനോട് ചൂടാകുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ യാങ് കൊടുത്ത ആ പിക്കൊക്കെ ഇല്ലേ അതൊക്കെ നോക്കിയിരിക്കുന്ന ടൈമിൽ കിജൂൻ ഇവനെ വിളിച്ച് ജൂക്കി എങ്ങാനും വിളിച്ചിരുന്നു, ആൾ ഓഡീഷന് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന സംഗിനോട് കിം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവർ രണ്ടുപേരും എങ്ങോട്ടോ മാറി നിന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നിവൻ പറയുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് യാങ് അങ്ങോട്ട് കയറി വരുന്നതും ബിസിയാണെന്ന് പറയുന്ന സംഗിനോട് അതിനേക്കാൾ ബിസിയാണ് ഞാനെന്ന് പറഞ്ഞ് യാങ് അവിടെ പറയുന്നുണ്ട് ഞാൻ ജൂക്കിയെ മീറ്റ് ചെയ്തു, നിങ്ങളെ അന്വേഷിച്ചിരുന്നു, അവളെല്ലാം അറിഞ്ഞു എന്ന്. ഇതേ ടൈമിൽ ജൂക്കിയാണെങ്കിലും മഴ കൊണ്ട് നനഞ്ഞു പോകുന്നതും ഇവളാണെങ്കിൽ മുന്നേ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ചെടുക്കുന്നുണ്ട്. അതായത് ഓരോ പ്രാവശ്യം ഇവൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ താൻ മറന്നുപോയോ, എന്തെങ്കിലും സീക്രട്ട് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇവൾക്കൊരു ചെറിയ ഹിൻ്റൊക്കെ കിട്ടിയെങ്കിലും ഇവൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇതൊക്കെ ആലോചിച്ച് ഇവൾ അങ്ങ് ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ശരിക്കും ഒരു അൺലക്കിയാണെന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഇവളുടെ അടുത്തേക്ക് കുടയുമായി വരുന്ന സംഘാണെങ്കിൽ ഓഡീഷന് പോകാതെ താൻ എന്താ ഇവിടെ കിടന്ന് കരയുന്നത്, അല്ല കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, വാ നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ 3 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ എന്നോട് ഒരുപാട് റൂഡായിട്ടാണ് സംസാരിച്ചത്, പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്കൊരു ഐഡിയ പോലും കിട്ടിയില്ല, ഞാൻ ശരിക്കും ഒരു ബാഡാണ് ഫൂളിഷാണ് എന്നൊക്കെ പറയുന്ന ഇവള് പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന്. സോറി പറയുന്ന ജൂക്കിയോട് താൻ എന്തിനാ സോറി പറയുന്നത്, അതിന് താനൊന്നും ചെയ്തില്ലല്ലോ, ഞാനല്ലേ സോറി പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇവളവിടെ സംഗിനോട് ചോദിക്കുന്നുണ്ട് ഒരു സീസൺ വരെ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് വീണ്ടും വെറുപ്പിച്ചിട്ട് പിരിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. അതുപോലെ ഇവൾ അവസാനം ഇവളുടെ ഫീലിങ്സും ഇവനോട് തുറന്നു പറയുന്നുണ്ട്, എനിക്ക്
എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇതുപോലെ അകറ്റില്ലായിരുന്നു, ചേർത്തു പിടിക്കുകയേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇവളുടെ ഇഷ്ടം തുറന്നു പറയുന്നതും ഞാൻ ഈ പറയുന്ന വേർഡ്സ് ഒരിക്കലും മറക്കരുത്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല, നിന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്നാൽ ഇത് മറക്കരുതെന്ന് പറഞ്ഞ് ഇവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നമ്മുടെ ജൂക്കിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് കിസ് ചെയ്യുന്ന സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.